नमस्ते। आज की कक्षा में सबको स्वागत। पिछली कक्षा में मृदुला गर्ग ने लिखी हुई हरी बिंदी का कुछ अधिक भाग पढ़ा। यहाँ कहानी का नायिका एक स्त्री है, दूसरा नायक एक अपरिचित है। ये दोनों सिनेमा देखने के बाद बाहर निकलते हैं और सामने के एक रेस्टोरेंट में जाते हैं। वहाँ से काफ़ी पीने की आदेश देते हैं। यहाँ चाय पीने के लिए दोनों आते हैं। सिनेमाघर से बाहर आकर उस अपरिचित के साथ वह स्त्री चाय पीने लगी, लेकिन वह अपरिचित पुरुष उसका वैयक्तिक बात नहीं पूछता है। चाय पीने के बीच में दोनों ने अपनी इच्छा प्रकट करती है। यहाँ नायिका उस समुद्र में कूदते तो कितनी दूर तक तय कर सकने की विचार में डूब रही थी। इसके लिए एक पेनी भी देती है और पुरुष के पूछने पर वह स्त्री अपना विचार प्रकट करती है। एक पेनी भी वह पुरुष उसे देता है और उस समय पुरुष का विचार के बारे में कहता है, उस बारिश में अपना घर कैसे पहुंच पाएगा। और यहाँ बारिश बढ़ जाने पर यहाँ से वॉर्ली तक का टैक्सी का भाड़ा कितना लगेगा, इसके बारे में वह पुरुष सोच रहा था। यह सुनकर वह जोर से हंस पड़ी। उस समय उस स्त्री ने कहा, मुझे रास्ते में छोड़ते जाएंगे तो आधा पैसा दे जाएंगे। അപ്പോൾ അവിടെ പറയുന്നുണ്ട്, അതായത് പോകുന്ന വഴിയിൽ എന്നെ ഇറക്കുകയാണെങ്കിൽ പകുതി പൈസ ഞാൻ തരാമെന്ന് അവളവിടെ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരുടെയും ചിന്തയെക്കുറിച്ച് അതിൽ പറയുന്നുണ്ട്. ഒരാൾ സ്ത്രീ ചിന്തിച്ചത് ഇപ്പോൾ സമുദ്രത്തിൽ ചാടിക്കഴിഞ്ഞാൽ എത്ര ദൂരം വരെ ഒറ്റയ്ക്ക് നീന്താൻ സാധിക്കുമെന്നാണ്. അപ്പോൾ അതിന് ഒരു നാണയം കൊടുക്കുന്നുണ്ട്. അതെന്താണ് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിചാരം എന്താണെന്ന് പറയുകയാണെങ്കിൽ പൈസ കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു പൈസ കൊടുക്കുന്നുണ്ട്, ഒരു നാണയമാണ് കൊടുക്കുന്നത്. വീണ്ടും അയാൾ പറയുന്നുണ്ട്, ഈ മഴ ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അയാൾക്ക് വീട്ടിലെത്താനായിട്ട് ടാക്സിയുടെ വാടക എത്രത്തോളം വേണ്ടി വരും എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ സ്ത്രീ പറയുകയാണ്, മുझे रास्ते में छोड़ते जाएंगे तो आधा पैसा दे जाएंगे. വഴിയിൽ, അതായത് പോകുന്ന വഴിയിൽ എന്നെ വീട്ടിലിറക്കുകയാണെങ്കിൽ പകുതി പൈസ ഞാൻ തരാമെന്ന് പറയണം. ബഹുത്ത് ഖൂബ്, അയാൾ പറഞ്ഞാൽ വളരെ ധാരാളം എന്ന് പറയണം. അപ്പോൾ പകുതി പൈസ അവളെടുക്കാമെന്നവിടെ സമ്മതിക്കുന്നുണ്ട്. उसने यह भी नहीं पूछा कि वह कहाँ रहती है. उसके वैयक्तिक बातों के बारे में कुछ नहीं पूछती है. यहाँ उसने यह भी नहीं पूछा, ഇവിടെ ഇതൊന്നും ചോദിക്കുന്നില്ല. എന്താണ് വ കഹാ രഹതി ഹി, എവിടെ താമസിക്കുന്നു എന്നുള്ള കാര്യം അവിടെ ചോദിക്കുന്നില്ല. उसे लगा वह जीवन में पहली बार ऐसे इंसान के साथ बैठी है जो यह नहीं जानना चाहता कि उसके पति है या नहीं. उसे लगा, അപ്പോൾ അവൾക്ക് തോന്നാണ്, വ ജീവൻ മേ പഹലി ബാർ, അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ പ്രാവശ്യമാണ് ഐസി ഇൻസാൻ കെ സാത്ത് ബൈഠി ഹെ, ഇങ്ങനൊരു മനുഷ്യൻ്റെ കൂടെ ഇരുന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ ഒരു പരിചയമില്ലാത്ത ആളുകളാണ്, സിനിമ തിയേറ്ററിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടിയത്. രണ്ടുപേരും കോമഡി സിനിമ കാണുന്നതിൻ്റെ ഇടയിൽ ചിരിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് അവർ പരസ്പരം കണ്ടുമുട്ടുന്നത്.
അപ്പോൾ ഇങ്ങനെ ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനൊരു മനുഷ്യൻ്റെ കൂടെ ഇരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യമാണെന്ന് അവൾക്ക് തോന്നണം. ജോ ഏക് നഹീം ജാനാ ചാത്താ ഹെ ഉസ്കെ പതി ഹേന യാ നഹീം. അപ്പോൾ അയാൾ ഇതൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ കല്യാണം കഴിഞ്ഞതാണോ, ഭർത്താവ് ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാനായിട്ട് അയാൾ ആഗ്രഹിക്കുന്നില്ല. എവിടെ താമസിക്കുന്നു, ഭർത്താവ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഭർത്താവ് എവിടെയാണ്, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ ചോദിക്കുന്നില്ല. और है तो क्या काम करते हैं. ഇനി ഭർത്താവുണ്ടെങ്കിൽ പതി ഹേ തോ, ഭർത്താവ് ഉണ്ടെങ്കിൽ ക്യാ കാം കർത്തേ ഹേ, ഭർത്താവിൻ്റെ ജോലി എന്താണ്, ഇതൊന്നും തന്നെ അയാൾ ചോദിക്കുന്നില്ല. അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് ജീവിതത്തിലെ ആദ്യത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ ഒരാളെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ കൂടെ ഇരിക്കുന്നത് ആദ്യത്തെ പ്രാവശ്യമാണ്. വീടിനെക്കുറിച്ചോ ഭർത്താവിനെക്കുറിച്ചോ ബാക്കി ഭർത്താവിൻ്റെ ജോലിയെക്കുറിച്ചോ ഒന്നും തന്നെ അയാൾ ചോദിക്കുന്നില്ല. समुद्र के जल पर गिरती वर्षा की बूंदें कितनी अच्छी लगती है. അപ്പോൾ അവിടെ ചിന്തിക്കുകയാണ്, അവർ ആലോചിക്കണം. സമുദ്രക്കെ ജൽ പർ ഗിർത്തി വർഷാക്കി ബൂന്തേ, അതായത് ഈ സമുദ്രജലത്തിൽ വീണുകൊണ്ടിരിക്കുന്ന ഈ മഴത്തുള്ളികൾ, വർഷാക്കി ബൂന്തേ മഴത്തുള്ളികൾ കിത്തനി അച്ചി ലഗ്തി ഹെ, എത്രയോ സുന്ദരമാണ്. അപ്പോൾ അവരിങ്ങനെ ഈ കടലിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മഴ ചാറുന്നുണ്ട്. ആ മഴച്ചാറിൽ ആ വെള്ളത്തിലേക്ക്, സമുദ്രത്തിലെ ആ വെള്ളത്തിലേക്ക് വന്നു കഴിയുമ്പോൾ വളരെ ഭംഗിയുള്ളതായിട്ട് അവർക്ക് തോന്നുകയാണ്. പറയണേ ഹാം, ശരിയാണെന്ന് പറയണം. ഫിർ ദോനം കുച്ചിതർ ചുബ്രഹേ, വീണ്ടും രണ്ടുപേരും കുറേ നേരം മിണ്ടാതിരിക്കുകയാണ്. പ്രശാന്ത് മഹാസാഗർ पर अब जहाज जाता है तो उसके अग्रभाग से चिरता जल चांदी के समान चमकने लगता है, उसने कहा. അവൾ പറയണേ പ്രശാന്ത് മഹാസാഗർ पर जब ജഹാസ് जाता है, ജഹാസ് എന്ന് പറഞ്ഞാൽ ഷിപ്പ്. അപ്പോൾ പ്രശാന്തമായിട്ടുള്ള ഈ മഹാസാഗരത്തിൽ കപ്പൽ കടന്നു പോകുന്നുണ്ട്. ഈ കപ്പൽ പോകുമ്പോൾ ഉസ്കെ അഗ്രഭാഗ് സേ ചിർത്ത ജൽ, അപ്പോൾ ഈ കപ്പൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അഗ്രഭാഗത്തെ ചിർത്ത ഭേദിച്ചുകൊണ്ട് അല്ലെങ്കിൽ മുറിച്ചുകൊണ്ട്, അതിൻ്റെ കപ്പലിൻ്റെ അഗ്രഭാഗത്തെ മുറിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഭേദിച്ചുകൊണ്ട് വരുന്ന ജലം എന്ന് പറയുന്നത്, വെള്ളം എന്ന് പറയുന്നത് ചാന്ദിക്ക് സമാൻ ചമക്നെ ലഗ്താ ഹേ, അതായത് വെള്ളിയുടെ തിളക്കം പോലെ, അതായത് അത്രയും മനോഹരമായിട്ട് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കപ്പൽ പോവുകയാണെങ്കിൽ അതിൻ്റെ അഗ്രഭാഗത്ത് അതങ്ങനെ പോകുമ്പോൾ അഗ്രഭാഗത്തെ മുറിച്ച് കടക്കുമ്പോൾ ആ വെള്ളം എന്ന് പറയുന്നത്, അഗ്രഭാഗം കൊള്ളുമ്പോൾ വെള്ളം എന്ന് പറയുന്നത് ചാന്ദിക്ക് സമാൻ ചമക്നെ ലഗ്താ ഹേ, അതായത് വെള്ളിയുടേതുപോലെ തിളങ്ങുന്നു എന്ന് പറയുന്നത്. ക്യോം, അപ്പോൾ അതെന്തുകൊണ്ടാണ് ചോദിക്കണേ? പറഞ്ഞ ഷായത് ഫോസ്ഫറൈസൻസ് കെ കാരൻ. അപ്പോൾ അതൊരു പ്രവർത്തനമാണ്, അതായത് സയൻറ്റിഫിക്കായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഷായത് ഫോസ്ഫറൈസൻസ് കെ കാരൻ, ഫോസ്ഫറൈസൻസിൻ്റെ കാരണമാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അബ്നെ കബി നഹിന്ദേക്ക, ഇത് കണ്ടിട്ടില്ലേ ചോദിക്കുകയാണ്. അപ്പോൾ പറയണേ നഹീം, ഇല്ല എന്ന് പറയണേ. അപ്പോൾ അയാൾ പറയണേ മൗക്ക മിലേ തോ ദേഖിയേക. അപ്പോൾ അയാൾ പറയണേ മൗക്ക മിലേ തോ, അവസരം കിട്ടുകയാണെങ്കിൽ, ഓപ്പർച്യൂണിറ്റി മൗക്ക, അവസരം കിട്ടുകയാണെങ്കിൽ ദേഖിയേക, കാണിച്ചു തരാമെന്ന് പറയാം. ആ ബഹുത്ത് ഗൂമേ ഹേ, ഉസ്നെ ഹൽക്കി ഈർഷ്യ കെ സാത്ത് പൂച്ച. അപ്പോൾ അയാൾ ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി നടന്ന് കണ്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഇയാളെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇയാൾ കണ്ടിട്ടുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സ്ത്രീ പറയണേ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അവസരം കിട്ടുകയാണെങ്കിൽ മൗക്കാ മിലേ തോ ദേഖിയേക, അവസരം കിട്ടുകയാണെങ്കിൽ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. ആ ബഹുത്ത് ഗൂമേ ഹേ, ഒരുപാട് സ്ഥലത്ത് ചുറ്റി നടന്നിട്ടുണ്ട് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഉസ്നെ ഹൽക്കി ഈർഷ്യയൊക്കെ സത് പൂച്ച, കുറച്ച് അസൂയോട് കൂടിയിട്ടാണ് ചോദിക്കുന്നത്. ഈർഷ്യ, അസൂയ. ഹൽക്കി ഈർഷ്യയൊക്കെ സത്, നേരിയ ഒരു അസൂയോട് ചോദിക്കുകയാണ്. ആ ബഹുത്ത് ഗൂമേ ഹേ, ഒരുപാട് സ്ഥലങ്ങൾ ചുറ്റി സഞ്ചരിച്ചിട്ടുണ്ട് അല്ലേ ചോദിക്കുകയാണ്. ബഹുത്ത് അതിഥി യാദ് കർക്കെ മുസ്കുരാ രഹാത്ത, അതിഥി എന്ന് പറയുന്നത് അപരിചിത പുരുഷൻ, ആ അപരിചിതനായിട്ടുള്ള അജ്നബിയായിട്ടുള്ള ആ പുരുഷൻ, അയാൾ അതിഥി എന്ന് പറയുന്നത് അയാൾ തന്നെ. അതിഥി യാദ് കർക്കെ മുസ്കുരാ രഹാത്ത, അപ്പോൾ അയാളത് ഓർത്തുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങൾ, ബഹുത്ത് വളരെയധികം സ്ഥലങ്ങൾ ചുറ്റി നടന്നിട്ടുണ്ടെന്ന് പറയാണ്. സബ്സെ അച്ചി ജഗ കോൺ സി ലഗി. അപ്പോൾ അവൾ ചോദിക്കുകയാണ് സ്മേം സബ്സെ അച്ചി ജഗ, അതിൽ ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് കോൺ സി ലഗി, അത് ഏതാണെന്ന് ചോദിക്കുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഈ സ്ത്രീ ചോദിക്കുകയാണ്
സബ്സെ അച്ചി ജഗ കോൺസി ലഗി. അപ്പോൾ ഈ സ്ഥലങ്ങളിൽ ഏറ്റവും നല്ല സ്ഥലം എന്ന് തോന്നുന്നത് ഏതാണ് ചോദിക്കണേ. അപ്പോൾ അയാൾ പറയണേ ജബ് ജഹാ ഹുവ. എപ്പോൾ എവിടെയാണോ നമ്മളുള്ളത് അതാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കുന്നതാണ് സബ്സെ അച്ചി ജഗ കോൺസി ലഗി. ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണേ ജബ് ജഹാ ഹുവ വ ജഗ അച്ചി ഹെ. നമ്മൾ എപ്പോൾ എവിടെയാണുള്ളത് അതാണ് ഏറ്റവും നല്ല സ്ഥലം എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ അവരെവിടെയാണോ ആ സ്ഥലം നല്ലത് അതാണ് ഉദ്ദേശിക്കുന്നത്. അഥവാ നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലം സുന്ദരമായിട്ടുള്ള സ്ഥലമാണെന്നാണ് പറയുന്നത്. വ ഹിച്കിചാഹട്ട് കെ സാത്ത് മുസ്കുരായ പതാ നഹി വ സംശയ ന സംശയ. വ ഹിച്കിചാഹട്ട് കെ സാത്ത് ഇത്തിരി സങ്കോചത്തോടു കൂടിയിട്ട് ഇത്തിരി മടിയോട് കൂടിയിട്ട് മുസ്കുരായ പുഞ്ചിരിക്കുകയാണ്. പതാ നഹി വ സംശയ അറിയില്ല. വ സംശയ ന സംശയ അവൾക്ക് മനസ്സിലായോ ഇല്ലയെന്നറിയില്ല. പക്ഷെ അവൾ പുഞ്ചിരിക്കുകയാണ്. पर वह सहमति स्वरूप सिर हिलाकर मुस्कुराती. പക്ഷേ അവളത് മനസ്സിലായി എന്നുള്ള രീതിയിൽ സഹമതി എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക അല്ലെങ്കിൽ അതിനോട് യോജിച്ചു എന്നുള്ള രൂപത്തിൽ സഹമതി എന്ന് പറഞ്ഞാൽ യോജിക്കുക. അപ്പോൾ അതിനോട് യോജിച്ചുകൊണ്ട് സിർ ഹിലാക്കർ മുസ്കുരാതി. അപ്പോൾ അവൾ തലയാട്ടിയിട്ട് പുഞ്ചിരിച്ചു. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം സബ്സെ അച്ചി ജഗ കോൺസി ലഗി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണെന്ത് ജബ് ജഹാ ഹുവ വ ജഗ अच्छी लगी सबसे अच्छी लगी. उसने देखा काफ़ी समाप्त हो गई है और बैरा बिल लिए चला आ रहा है. അപ്പോൾ നോക്കിയപ്പോൾ കാപ്പിയൊക്കെ കൂടി കഴിഞ്ഞു. ബേറർ അതായത് സെർവ് ചെയ്യുന്ന ആൾ ബിൽ ലിയെ ചല ആ രഹാ ഹെ ബില്ലുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാപ്പിയുടെ കഴിഞ്ഞ് ബില്ല് കൊണ്ടുവരികയാണ്. ബാഹർ വർഷ തമ്നെ വാലി ഹെ പുറത്ത് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു എന്നത് ധംനെ വാലി അത് മാറി. ദുന്ത് ബി ചണ്ട് രഹി ഹി ചണ്ടിന എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ചെയ്യുക. ദുന്ത് എന്ന് പറഞ്ഞാൽ മഞ്ഞ്. അപ്പോൾ ദുന്ത് ബി വഹാൻ ചണ്ട് രഹി ഹി അപ്പോൾ അവിടെ മഞ്ഞൊക്കെ ആകെ വ്യാപിച്ചിട്ടുണ്ട്. മഴ മാറി മഞ്ഞ് വ്യാപിച്ചിട്ടുണ്ട്. നഹി ദുവാദാർ നഹി ബരസേക വ സങ്കേത് ജൂട്ടാ നിക്കല. നഹീം ധുവാന്താർ നഹീം ബരസേക. നമുക്ക് തോന്നുന്നത് ബരസേക അത് മഴ ഇപ്പോൾ പെയ്യും എന്നുള്ള രീതിയിലാണ് മഴക്കാറൊന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴയായിട്ട് പെയ്തു. ഇപ്പോൾ അവിടെ ആകെ മഞ്ഞ് വ്യാപിച്ചു. അവിടെ ധുവാന്താർ നഹീം ബരസേക അത് മഞ്ഞ് വ്യാപിച്ചു. അതുകൊണ്ട് തന്നെ ആകെ പുകമഞ്ഞ് പോലെയാണ്. അതുകൊണ്ട് നഹീം ബരസേക ഈ മഴ പെയ്യില്ല. വ സങ്കേത് ചൂട്ടാൻ നിൽക്കല അതായത് മഴ പെയ്യുന്നു വിചാരിച്ചത് ശരിയായില്ല, അത് തെറ്റായിരുന്നു. അപ്പോൾ ധുന്ത് ഹട്ട് ജായേഗി അവർ വഹി തേജ് പ്രകാശ് വാല സൂര്യ നിക്കലായേക. ഇനിയിപ്പോൾ അവിടെ ധുന്ത് ഹട്ട് ജായേഗി ഇനിയിപ്പോൾ അവിടെ നിന്ന് മഞ്ഞ് മാറിപ്പോവും. അവർ വഹി തേജ് പ്രകാശ് വാല സൂര്യ അവിടെ ആര് വരും എന്ന് പറയുന്നത് മഞ്ഞ് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും എന്ന് പറയുന്നത് തേജ് പ്രകാശ് നല്ല തീവ്രമായുള്ള പ്രകാശത്തോടു കൂടിയ സൂര്യൻ അവിടെ ഉദിച്ചു വരും. അപ്പോൾ അവർ കാപ്പി കുടിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ കയറി സിനിമ കണ്ടതിന് ശേഷം കാപ്പി കുടി കഴിഞ്ഞു. അതിനിടയിലുള്ള സംസാരങ്ങളാണ് കുറച്ച് നമ്മൾ കണ്ടത്. അത് കഴിഞ്ഞ് അതിനിടയ്ക്ക് മഴയുണ്ടായിരുന്നു. മഴയത്താണ് അവർ ഓടിക്കയറി അവിടെ കയറിയത്. അങ്ങനെ ചായ കുടിക്കുന്നു. മഞ്ഞൊക്കെ മാറി മഴയും മാറി അവിടെ ഇപ്പോൾ സൂര്യൻ ഉദിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവിടെ എത്താൻ പോവാണ്. ബിൽ ആനെ പർ ഉസ്നെ സ്വയം ഉഠാലിയ. ബില്ല് വന്നപ്പോൾ വേറൊരു ബില്ല് കൊണ്ടുവന്നപ്പോൾ അവൾ തന്നെ അത് ബില്ല് അവൾ തന്നെ വാങ്ങിക്കുകയാണ്. ഉസ്നെ സ്വയം ഉഠാലിയ സ്ത്രീ. കഹ ന്യോത്ത മേരാത്ത. അപ്പോൾ അവൾ പറയണേ ന്യോത്ത എന്നാണ് ഇൻവൈറ്റ് ചെയ്യുക. കഹ ന്യോത്ത മേരാത്ത ഞാനാണ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ബില്ല് വേറെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ്. അതിഥിനെ കോയി ബഹസ് നഹി കി. നമ്മുടെ അതിഥി വഹ അജ്നബി കോയി ബഹസ് നഹി കി. ബഹസ് കർണ തന്നെ ആർഗ്യുമെൻ്റ് തർക്കം. അതിനുവേണ്ടി തർക്കിക്കൊന്നും ചെയ്തില്ല. ബില്ല് അവൾ തന്നെയാണ് എടുത്തത്. ശുക്ർ ഹേ ശുക്ർ. ശുക്ർ എന്ന് പറഞ്ഞാൽ ധന്യവാദ്. അപ്പോൾ നന്ദിയുണ്ട് എന്ന് പറയണേ. उसने सोचा कहीं हर पुरुष के समान पैसे देने की जिद करने लगता तो सब कुछ बिखर जाता. उसने सोचा അപ്പോൾ അവൾ ചിന്തിക്കുകയാണ് കഹി ഹർ പുരുഷ് കെ സമാൻ. എല്ലായിടത്തും ഈ പുരുഷന്മാരെ പോലെ തന്നെ എല്ലാ ആണുങ്ങളെയും പോലെ
പൈസ ദേനയ്ക്ക് ജിദ് കർണ ലഗ്താത്തോ, അതായത് പൈസ കൊടുക്കാമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ, പൈസ ദേനയ്ക്ക് ജിദ് കർണ ലഗ്താത്തോ, കാപ്പി കുടിച്ചതിൻ്റെ പൈസ യുടെ ബില്ലെടുത്ത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ആ ബില്ല് എല്ലാ പുരുഷന്മാരെ പോലെ തന്നെ അയാൾ കൊടുക്കാമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ, ജിദ് കർണ എന്ന് പറഞ്ഞാൽ ശാഠ്യം പിടിക്കുക, വാശി പിടിക്കുകയാണെങ്കിൽ, തോ സബ് കുച്ച് പിക്കർ ജാത്ത, അപ്പോൾ എല്ലാതും വെറുതെ ആയേനെ. കാരണം ഇവളാണ് അയാളെ കാപ്പി കുടിക്കാനായിട്ട് അവിടെ ക്ഷണിച്ചത്, അതുകൊണ്ട് തന്നെ ആ ബില്ല് അവളെ പേ ചെയ്യാനായിട്ട് തയ്യാറാവാണ്. അതിന് വേണ്ടിയിട്ട് അയാൾ വാദിക്കുകയൊന്നും ചെയ്തില്ല, ബില്ല് അവൾ തന്നെയാണ് കൊടുക്കാനായിട്ട് തയ്യാറായത്. टैक्सी लेकर चले ही देखी घर आ गया, उतरते उतरते पैसे निकालने लगी तो उसने कहा रहने दीजिए. അങ്ങനെ ടാക്സി വിളിച്ചു. ടാക്സി ലേക്കർ ചലി ഹീതെ, അപ്പോൾ ടാക്സി വിളിച്ചിട്ട് പോവുകയാണ്. ഗറാകയ, അങ്ങനെ അവളുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തി. ഉത്തർത്തെ ഉത്തർത്തെ പൈസ നിക്കാലിനെ ലഗി, അപ്പോൾ ടാക്സിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പൈസ പുറത്തെടുത്ത് കൊടുക്കാനായിട്ട് നോക്കി. ആ സമയത്ത് ഉസ്നെ കഹാ പൈസ രഹ്നെ ദീജിയെ, പൈസ കയ്യിൽ വെച്ചോളാൻ പറയണം. അപ്പോൾ ടാക്സിയുടെ പകുതി പൈസ കൊടുക്കാമെന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീടിൻ്റെ അവിടെ ഇറക്കുകയാണെങ്കിൽ മുझे रास्ते पे छोड़ते जाएंगे तो आधा पैसा दे जाएगा. അപ്പോൾ പകുതി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞ ടാക്സിയുടെ വാടക കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് പൈസ എടുത്ത് അയാൾക്ക് കൊടുക്കണം. പക്ഷേ വഹ് ഉസ്നെ കഹാ രഹ്നെ ദീജിയെ, അയാൾ പറയണത് കയ്യിൽ വെച്ചോളാം പറയണം. ക്യോം ഉസ്കെ മാതേ പർ ചിക്കൻ പട് ഗയി, പൈസ വാങ്ങിച്ചില്ല എന്നുണ്ടപ്പോൾ ഉസ്കെ ചിക്കൻ എന്ന് പറഞ്ഞാൽ ചുളിവ്, മാതി എന്ന് പറഞ്ഞാൽ നെറ്റി ചുളിഞ്ഞു. ഉസ്കെ മാതേ പർ ചിക്കൻ പട് ഗയി, ക്യോം എന്തുകൊണ്ട്, എന്താ പൈസ വേണ്ടെന്ന് പറയണേ. അപ്പോൾ അയാൾ പറയണേ ആജ് കാ ദിൻ മേരെ ലിയെ കാഫി കീമത്തി രഹാ ഹെ, കീമത്തി എന്ന് പറഞ്ഞാൽ വളരെ വാല്യുബിൾ ആയിട്ടുള്ളത്. ആജ് കാ ദിൻ, അയാൾ പറയുന്ന മറുപടി ഇതാണ്, ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് മേരെ ലിയെ എനിക്ക് കാഫി കീമത്തി രഹാ ഹെ, എനിക്ക് വളരെ വിലപ്പെട്ടൊരു ദിവസമാണ്, വളരെ വിലയേറിയൊരു ദിവസമാണെന്ന് അയാൾ പറയുന്ന മറുപടിയാണ്. അതായത് പൈസ വാങ്ങിക്കുന്നില്ല, പൈസ എന്തുകൊണ്ടാണ് വാങ്ങിക്കാത്തതെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് മറുപടിയാണ് ആജ് കാ ദിൻ മേരെ ലിയെ കാഫി കീമത്തി രഹാ ഹെ, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വിലപ്പെട്ടൊരു ദിവസമാണ്. കൈസേ, അപ്പോൾ വീണ്ടും ചോദിച്ചു എങ്ങനെ ചോദിക്കണം. അപ്പോൾ അയാൾ വീണ്ടും പറയണേ मैंने आज से पहले किसी को हरी बिंदी लगाए नहीं देखा, उसने स्निग्ध स्वर में कहा. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതാണ്. അതായത് ആജ് കാ ദിൻ മേരെ ലിയെ കാഫി കീമത്തി ഹേ, ക്യോം എന്തുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്, ഇതെങ്ങനെയാണ് ചോദിക്കുകയാണ്. അതിനുള്ള ആൻസർ ആണെന്ത്, मैंने आज से पहले किसी को हरी बिंदी लगाए नहीं देखा, ഇതിനു മുൻപ് ആജസേ പഹലെ, മേനെ ആജസേ പഹലെ, ഞാൻ ഇതിനു മുൻപ് കിസിക്കോ ആരെയും ഹരി ബിന്ദി ലഗായി നഹി ദേഖ, പച്ചപ്പൊട്ടു കുത്തിയിട്ട് ആരെയും ഞാനിതിനു മുൻപ് കണ്ടിട്ടില്ല എന്നാണ് അയാൾ പറയുന്ന മറുപടി. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ, അതായത് നീല ഡ്രസ്സ് ധരിച്ചു പച്ചപ്പൊട്ട് കുത്തിയപ്പോൾ അതിലെന്തോ ഒരു ആകർഷണീയത അയാൾക്ക് അവിടെ തോന്നണം. അപ്പോൾ അതുപോലെ അയാൾ പറയുന്നുണ്ട് മേനെ ആജസേ പഹലെ ആജ് കാ ദിൻ മേരെ ലിയെ കാഫി കീമത്തി, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. കാരണം മേനെ ആജസേ പഹലെ, ഞാൻ ഇതിനു മുൻപ് കിസിക്കോ ഹരി ബിന്ദി ലഗായെ നഹി ദേഖ, ആരും പച്ചപ്പൊട്ട് തൊട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉസ്നെ സ്നിഗ്ധ സ്വർ മേ കഹ, അയാൾ വളരെ സോഫ്റ്റായിട്ട് പറയണം. വ ജറാ ടിട്കി की टैक्सी चल दी, कुछ दूर जाकर आंखों से ओझल हो गई. वह जरा टिटकी की टैक्सी चल, അപ്പോൾ കുറച്ച് നേരം അവിടെ അങ്ങനെ മടിച്ചു നിന്നു. ആ സമയത്ത് ടാക്സി ചൽതി, ടാക്സി അവിടെ നിന്ന് പോവുകയാണ്. ആ മറുപടി കേട്ട് അവൾ കുറച്ച് നേരം അവിടെ നിന്നു. ആ സമയത്ത് ടാക്സി അവിടെ നിന്ന് വിട്ടുപോയി. കുച്ച് ദൂർ ജാക്കർ ആങ്കും സി ഓജൽ ഹോ ഗയി, ഓജൽ ഹോന എന്ന് പറഞ്ഞാൽ ഡിസപ്പിയർ ആവുക, മറഞ്ഞുപോയി. അപ്പോൾ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് ടാക്സി വണ്ടി കടന്നുപോയി, അത് കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി. അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ദോ അപരിചിത വ്യക്തിയാണ്, രണ്ട് പേരും ഒരു പരിചയമില്ലാത്ത വ്യക്തികളാണ്. യഹാം കഹാനിക്ക് നായിക വ സ്ത്രീ, നമ്മൾ അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യം എന്താണെന്നുള്ളത്, അതായത് ഒറ്റയ്ക്കാകുമ്പോൾ ആരും തടസ്സം പറയാനോ തടയാനോ ഒന്നും ചോദിക്കാനോ ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു ദിവസം കഴിഞ്ഞു പോയത്.
അവളുടേതായ ഇഷ്ടത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, അവൾക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ധരിക്കുന്നു, പുറത്തിറങ്ങുന്നു, ജഹാംഗീർ ആർട്ട് ഗാലറി പോകുന്നു, അവിടുന്ന് വീണ്ടും ചൂടുള്ളതും തണുത്തുമായിട്ടുള്ള അത് റെസ്റ്റോറൻറ്റിൽ കയറി കഴിക്കുന്നു, അവിടുന്ന് വീണ്ടും സിനിമ കാണാൻ പോകുന്നു, അവിടെ വെച്ച് ഒരു വ്യക്തിയെ കണ്ടുമുട്ടുന്നു, ഒരു പരിചയമില്ലാത്ത വ്യക്തിയുടെ കൂടെ പുറത്തേക്ക് വരുന്നു, കാപ്പി കുടിക്കാനായിട്ട് പോകുന്നു. അവർ സ്വയം അവിടെ അവരുടെ ആ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പക്ഷേ എവിടെ താമസിക്കുന്നു, ഭർത്താവുണ്ടോ, വിവാഹം കഴിഞ്ഞിട്ടുണ്ടോ, കുട്ടികളുണ്ടോ, അതല്ല എന്താണ് ജോലി ചെയ്യുന്നത്, ഒന്നും തന്നെ അയാൾ ചോദിക്കുന്നില്ല. ലാസ്റ്റ് അവർ ഒരുമിച്ച് അവിടുന്ന് ടാക്സി വിളിച്ച് പോവുകയാണ്. പകുതി പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ആ പൈസ കൊടുക്കുന്ന സമയത്ത് അത് അയാൾ സ്വീകരിക്കാനായിട്ട് അവിടെ തയ്യാറാവുന്നില്ല. കാരണം അയാൾ പറയുന്നുണ്ട്, ഇസ്കാ കാരൻ ക്യാ ഹേ. അയാൾ പറയുന്ന മറുപടി ഇതാണ്, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ വിലയേറിയ ദിവസമാണ്. കാരണം ഇതിനു മുൻപ് ഞാൻ ആരെയും പച്ചപ്പൊട്ട് തൊട്ടിട്ട് അല്ലെ പച്ചത്തിലകം തൊട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ മറുപടി. അങ്ങനെ ടാക്സി കണ്ണിൽ നിന്ന് മറഞ്ഞുപോയി. ഇതാണ് നമ്മുടെ ഹരിബിന്ദിയിൽ വരുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ സമ്മറി നമുക്കൊന്ന് നോക്കാം. ടെക്സ്റ്റിലെ സമ്മറി സാരാംശിച്ച്, ഹരിബിന്ദി ഭാരതീയത की छाप छोड़ती दो अजनबियों की कहानी है. നമ്മൾ നേരത്തെ പറഞ്ഞു മൃദുല ഗർഗ് എഴുതിയ ഹരിബിന്ദി എന്ന് പറയുന്നത്, അതായത് ഒരു ഭാരതീയനാണെന്ന് നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോൾ അതിൻ്റെ ഒരു സൂചന തന്നുകൊണ്ട് ഉള്ള രണ്ട് അജ്നബിയോം രണ്ട് അപരിചിതരുടെ കഥയാണ്. विदेश में पति की अनुपस्थिति में समय काटती महिला यूं ही बिना चिंता किए कि कहाँ जाएगी निकल पड़ती है. इसका पति का नाम है രാജൻ. രാജൻ ഡൽഹിയിൽ പോയി എന്നുള്ളതാണ് അവിടെ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വിദേശത്ത് അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ, അനുപസ്ഥിതി, ആബ്സെൻസിൽ സമയം കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു സ്ത്രീ, അവൾ പിന്നെ വേറൊന്നും തന്നെ ചിന്തിക്കാതെ എവിടേക്കോ പോകുന്നു. यह एक प्रकार का अजीब खालीपन है जिसमें न चिंता है, न उदासीनता और न उत्साह. നമ്മളൊരു വേലക്കാരനെ പറഞ്ഞ മുണ്ടു, അപ്പോൾ അവനോട് പറയുന്നുണ്ടെന്നൊന്നും ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട്, പുറത്തുനിന്നാണ് കഴിക്കുന്നത് എന്ന് പറയുന്നുണ്ട്, റെസ്റ്റ് എടുത്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ ഏക്ക് പ്രകാർക്ക അജീബ് ഖാലിപ്പൻ ഹേ, അതായത് ഒരു തരത്തിലുള്ളൊരു വിചിത്രമായിട്ടുള്ളൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത, അതുപോലെ ജിസ്മി എന്ന ചിന്തിക്കുന്നില്ല, യാതൊരു തരത്തിൽ വിഷമവും ഇല്ല, എന്ന ഉത്സാഹമുണ്ട് അതുമില്ല, ഒന്നുമില്ലാത്തൊരവസ്ഥ. एक अजीब स्थिति में वह क्षणों को समेटती है और बिना सोचे समझे फिल्म देखने चली जाती है. അങ്ങനെ ഈ വിചിത്രമായിട്ടുള്ള ഈ അവസ്ഥയിൽ ആ സമയത്തെ അല്ലെങ്കിൽ ആ നിമിഷങ്ങളെ അവിടെ കളക്ട് ചെയ്തുകൊണ്ട് ശേഖരിച്ചുകൊണ്ട് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാതെ അവർ സിനിമ കാണാനായിട്ട് പോകാൻ തുടങ്ങുന്നു. वहाँ कॉमेडी फिल्म देखकर वह हंसती है और उसी के बगल बैठा दूसरा अजनबी अपनी रव में हंसता है. അവിടെ ഒരു കോമഡി ഫിലിമാണ് നടന്നുകൊണ്ടിരുന്നത്. ആ സിനിമ കണ്ടിട്ട് അവൾ ചിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവളുടെ സൈഡിലിരുന്ന അവളുടെ സൈഡിലിരുന്ന ദൂസറ അജ്നബി, വേറൊരു അപരിചിതൻ, അപ്പിനെ രഹുമേ ഹസ്താഹെ, അയാൾ മുറക്കെ പൊട്ടിച്ചിരിക്കുകയാണ്. दोनों एक दूसरे को नहीं जानते पर अज्ञात कारणों से सहज मित्र होते हैं. രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല, പക്ഷേ എന്തോ ഒരു അജ്ഞാത കാരണത്താൽ അവർ രണ്ടുപേരും ഫ്രണ്ട്സായിട്ട് മാറുകയാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, ഒരു ഫ്രണ്ട്സായിട്ട് മാറുകയാണ്. പുരുഷ് ബി ഇതർ ഉദർ കി ബാത്തേം കർത്താ ഹേ, പുരുഷന് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദോനോ ഏക് ദൂസരെ കോ പഹചാൻതെ നഹീ ന പഹചാൻ കി കോശിഷ് കർത്തേ ഹേ പർ മിത്ര ബൻ ജാത്തേ ഹേ. രണ്ടുപേരും പരസ്പരം അറിയുന്നില്ല, ആരാന്ന് രണ്ടുപേർക്ക് അറിഞ്ഞുകൂടാ. ന പഹചാൻ കി കോശിഷ് കർത്തേ ഹേ, അത് ആരാണ്, എവിടെയാണ്, എന്താണെന്ന് അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നില്ല. പർ മിത്ര ബൻ ജാത്തേ, പക്ഷെ അവർ ഫ്രണ്ട്സായിട്ട് മാറി. വ ക്ഷണിക മിത്രത ജിസ്മേ കോയി ആകർഷൺ നഹീ, ആ ക്ഷണികമായിട്ടുള്ള, അതായത് കുറച്ച് നേരത്തിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ ജിസ്മേ കോയി ആകർഷൺ നഹീ, അതിൽ പ്രത്യേകിച്ച് ആകർഷണമൊന്നും ഉണ്ടായിരുന്നില്ല. ഉസേ അചംപ ഹോത്താ ഹേ കി
ये कैसा आदमी है जिसे न परिचय जानने की इच्छा न पहचान बढ़ाने की, फिर भी क्यों इतना सहजात्मीय प्रतीत हो जाता है. പക്ഷെ അവൾ ചിന്തിക്കുന്നുണ്ട് എന്താണ്, ഉസി അച്ഛൻ പോകുന്നത്, അവൾക്ക് ആശ്ചര്യം തോന്നാണ്. യ കൈസ ആദ്മി ഹേ, ഇതെന്തൊരു മനുഷ്യനാണ്, ജിസെ എന്ന പരിചയിച്ചാനേക്ക് ഇച്ഛ, അയാൾക്ക് പരിചയപ്പെടണം എന്നുള്ള ആഗ്രഹമില്ല, അതായത് പരിചയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആഗ്രഹമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ആത്മീയമായിട്ടുള്ളൊരു റിലേഷൻ അവിടെ ബന്ധം വരുന്നത്? अंत में विलग होते समय वह कहता है कि मेरे लिए आज का दिन बहुत कीमती रहा. വിലഗ് ഹോത്തെ, അലഗ് ഹോത്തെ സമയം, അവസാനം ഇവർ രണ്ടുപേരും കാറിൽ സ്വന്തം ഇവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് മടക്കയാത്രയിൽ. വിലഗ് ഹോത്തെ സമയം അവരവിടെ രണ്ടുപേരും അലഗ് ഹോത്തെ സമയം സെപ്പറേറ്റഡ് ആവുന്ന ആ സമയത്ത് വ കത്താഹി, അയാൾ പൈസ വാങ്ങിക്കുന്നില്ല, ഇറങ്ങുന്ന സമയത്ത് പൈസ വാങ്ങിക്കുന്നില്ല. അതിൻ്റെ കാരണം ചോദിച്ചപ്പോഴാണ് അയാൾ പറയുന്നത് മേരെ ലിയെ ആജ് കാ ദിൻ ബഹുത് കീമത്തി രഹ, എനിക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ വിലപ്പെട്ടതാണ് എന്ന് പറയണം. മേനെ പഹലി ബാർ കിസിക്കോ ഹരി ബിന്ദി ലഗായതേക്ക, അയാൾ പറയുന്നൊരു മറുപടിയാണ്, ഞാൻ ഇതിനു മുമ്പ് ആരെയും പച്ചപ്പൊട്ട് തൊട്ട് കണ്ടിട്ടില്ല. ഉസേ അപ്പതാ ചലാക്കി ഈ ആകർഷൺ ക്യോം താ, അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഈ ആകർഷണത്തിൻ്റെ കാര്യം എന്തായിരുന്നു. ആ ഹരി ബിന്ദി ആയിരുന്നു അവളെന്നെ അയാൾക്ക് അവളോട് ആകർഷണം തോന്നാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ആ പച്ചപ്പൊട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.